ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കുറേ പേർക്ക് ഡൗട്ടുള്ള ഒരു സംഭവമാണ്, എങ്ങനെ ഗ്രിഡ് ഉപയോഗിച്ചിട്ട് പടം വരയ്ക്കാം. അപ്പോൾ ഒരു ഫേസ് ഡ്രോയിങ് ചെയ്യുമ്പം അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗ്രിഡ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കീപ് സപ്പോർട്ടിങ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് A4 സൈസിൻ്റെ ഒരു ഡ്രോയിങ് ഷീറ്റാണ്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലെഡിൻ്റെ ഒരു പെൻസിലാണ്. നിങ്ങൾക്ക് HBയോ അതിൻ്റെ താഴെ ഗ്രേഡുള്ള പെൻസിലോ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ നീളമുള്ള ഒരു സ്കെയിൽ എടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പേപ്പറിൻ്റെ സൈഡിലായിട്ട് സ്കെയിൽ പ്ലേസ് ചെയ്തിട്ട് സെൻറ്റിമീറ്റർ അനുസരിച്ച് പോയിൻ്റ് ഔട്ട് ചെയ്ത് പോകണം. ആദ്യം ഞാനിവിടെ 2 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഇടുന്നുണ്ട്. പിന്നെ 4 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഇടുന്നുണ്ട്. അങ്ങനെ 2 സെൻറ്റിമീറ്റർ അളവിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് പോകണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പിക്കിൽ 2 സെൻറ്റിമീറ്റർ അളവുള്ള ഗ്രിഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 സെൻറ്റിമീറ്റർ തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, 1ഓ 2ഓ 3ഓ 4ഓ അനുസരിച്ച് ഗ്രിഡ് ഇടാവുന്നതാണ്. ഇതേ സെയിം പാറ്റേൺ താഴോട്ടും 2 സെൻറ്റിമീറ്റർ വെച്ച് പോയിൻ്റ് ഔട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 4 സൈഡും പോയിൻ്റ് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യണം. ആദ്യം ഞാൻ ഹൊറിസോണ്ടലായിട്ട് എല്ലാ പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സെയിം പാറ്റേണിൽ വെർട്ടിക്കലായിട്ടും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനിയും ചെയ്യേണ്ടത് സൈഡിൽ നിന്ന് നമ്പർ ഇട്ട് പോകണം. മേളിൽ നമുക്ക് 11 ബോക്സ് കിട്ടും. താഴോട്ട് നമ്പർ ഇടുമ്പോൾ നമുക്ക് 15 ബോക്സ് കിട്ടും. അപ്പോൾ ഇതാണ് ഗ്രിഡിങ് മെത്തേഡ്. ഇനി നമ്മളൊരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കുമ്പോൾ ഒരു ഗ്രിഡിൽ 2 സെൻറ്റിമീറ്റർ മാതിരി സ്ക്വയർ പോലെ കിട്ടണം. എല്ലാ ഗ്രിഡിലും ഇതേ സെയിം സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രിഡ് പേപ്പറിൽ വരയ്ക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രിഡ് ഡ്രോയിങ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് കിട്ടും. മേളിൽ കുറേ ഓപ്ഷൻസ് കാണും. അതിൻ്റെ സൈഡിലായിട്ട് ഫയലിൻ്റെ ഒരു പിക്ക് കാണും. അത് ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു വരും. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പിക്ക് വെർട്ടിക്കലായിട്ടാണോ ഹൊറിസോണ്ടലായിട്ടാണോ എന്നാണ്. പിക്ക് നേരെയാണെങ്കിൽ വെർട്ടിക്കൽ കൊടുക്കുക, ചെരിച്ചാണെങ്കിൽ ഹൊറിസോണ്ടൽ കൊടുക്കുക. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പേപ്പറിൻ്റെ സൈസാണ്. ചെറുത് A5 തൊട്ടിട്ട് വലുത് വരെ ഉണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് ഹൈറ്റും വിഡ്ത്തും ടൈപ്പ് ചെയ്താൽ അങ്ങനെയും എടുക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ A4 സൈസ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പിക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ എനിക്ക് ആവശ്യമുള്ള പിക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പിക്ക് ആവശ്യം പോലെ ക്രോപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പിക്ക് ആവശ്യം പോലെ ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. മേളിൽ കുറേ ഓപ്ഷൻസ് കാണും. ലൈന്, ഡയഗണൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ലൈന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രിഡ് കിട്ടും. പിന്നെ ലേബലും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലേബലിങ്ങും കിട്ടും. അപ്പോൾ ഇതാണ് ഗ്രിഡ്. ഇതേ സെയിം പാറ്റേണിലായിരിക്കും നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഗ്രിഡും. പിന്നെ സൈഡിൽ 3 ഡോട്ട് കാണും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ സൈസ് 1 സെൽ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഇവിടെ 20 മില്ലിമീറ്ററാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്ററിൻ്റെ ഗ്രിഡാണെങ്കിൽ ഇവിടെ 10 എന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫിൽറ്റർ മാറ്റാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരയ്ക്കുന്നവരാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലിട്ടിട്ട് പടം വരച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ലിസ്റ്റ് ഇമേജ് എന്ന ഓപ്ഷനുണ്ട്. അവത്തിൽ പോയാൽ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള പിക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗ്രിഡ് ഉള്ള പിക്ക് എന്ന് പറയുന്നത്. നമുക്ക് മേളിൽ റേഡിയൽ ഗ്രിഡ് ഓപ്ഷനുണ്ട്. പിന്നെ ഡയഗണൽ ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് പർട്ടിക്കുലർ സ്പേസിൽ വന്നിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും പിക്ക്. പിന്നെ ഞാനിവിടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് പിക്ക് വരച്ചെടുക്കുന്നുണ്ട്. ലൈനും ലേബലിങ്ങും കൂടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് സൂമിങ് ക്വാളിറ്റി നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യം നമ്മളൊരു പർട്ടിക്കുലർ സൈഡ് എടുക്കുക. എന്നിട്ട് സൈഡിലത്തെ ലേബലിങ് നോക്കുക. ഒരു സൈഡിൽ 4 കിടക്കുന്നത്, മേളിൽ നോക്കുമ്പോൾ അത് 3. അപ്പോൾ ഇത് സെയിം ഗ്രിഡ് നമ്മുടെ പേപ്പറിൽ എവിടെയാണെന്ന് നമ്മൾ നോക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4-3 എന്ന ഗ്രിഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫോണിൽ വരുന്നത് പോലെ തന്നെ ആ സെയിം അളവിൽ വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഹെയർ അതുപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഗ്രിഡിലും സെയിം പാറ്റേണിൽ ഫുള്ള് വരച്ചെടുക്കണം.
നമ്മൾ ഫുൾ ഔട്ട്ലൈൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്രൂഷ്യലായിട്ട് ഐസ് വരയ്ക്കാനാണ്. ഐസും നോസും ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഐസിൻ്റെ ഭാഗം എടുത്തിട്ട് നമുക്ക് മേളിലൊരു ഓപ്ഷനുണ്ട് ഡയഗണൽ എന്ന് പറഞ്ഞിട്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഐസൊക്കെ വരയ്ക്കാനായിട്ട്. കറക്റ്റ് പൊസിഷൻ കിട്ടും. നമുക്ക് ലോക്ക് എന്ന ഓപ്ഷനും കൂടെ ഞെക്കിയാൽ പിന്നെ ഐസ് അവിടെ നിന്ന് അനങ്ങത്തില്ല. അപ്പോൾ സെയിം അളവിൽ നമ്മൾ സെയിം ഗ്രിഡ് നമ്മുടെ പേപ്പറിൽ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച ഗ്രിഡിൽ നമ്മൾ ഡയഗണൽ ഇടുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇങ്ങനെയാണ് ഡയഗണൽ കിട്ടുന്നത്. അപ്പം സെയിം ഡയഗണൽ വരുന്ന ഭാഗം നമ്മൾ പേപ്പറിൽ വരച്ചു കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ ഐസ് സെയിമായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇത് സെയിം മെത്തേഡിൽ അല്ലെങ്കിൽ ഡയഗണലില്ലാതെയും നിങ്ങൾക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഐസും ഐബ്രോസും എല്ലാം വരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ കറക്റ്റായിട്ട് ഔട്ട്ലൈൻ എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രിഡ് ഉപയോഗിച്ചിട്ട് ഫേസ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.